ഹായ് ഫ്രണ്ട്സ്, എറുശലേമിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് വീണ്ടും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഗോൾഡൻ ഗേറ്റ്. ഈ ഗോൾഡൻ ഗേറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു മുസ്ലിം സിമെട്രി വഴിയാണ്. ഒരു സെമിത്തേരി കടന്നാണ് നമ്മൾ ഈ ഭാഗത്തോട്ട് എത്തിച്ചേരുന്നത്. ബൈബിളിന്റെ പ്രവചനങ്ങളിലെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് ആണ് ഗോൾഡൻ ഗേറ്റ്. ബൈബിളിൽ എന്താണ് ഇതിന്റെ പ്രാധാന്യത? എന്തിനാണ് ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്? ഇത് ആരാണ് അടച്ചത്? ഇതൊക്കെ ചുരുക്കമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. യെറുശലേമിനെ ചുറ്റിയിരിക്കുന്ന ഈ കോട്ടമതിലിന് 8 വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിൽ, ഈ ഗോൾഡൻ ഗേറ്റ് എന്ന ഈ കിഴക്കേ വാതിൽ മാത്രമാണ് അത് അടച്ച് സീൽ ചെയ്തിരിക്കുന്നത്. മറ്റ് എല്ലാ വാതിലുകളും ഫങ്ഷനിങ് ആണ്. ഇതെന്തിനാണ് ഈ കോട്ട അല്ലെങ്കിൽ ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്? ഇത് അടച്ചത് 1541 അന്നത്തെ യെറുശലേം ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരിയായ സുൽത്താൻ സുലൈമാൻ എന്ന മഹാനായ ചക്രവർത്തിയാണ്. ഇത് അടച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു കാരണമൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയാണ് ചില കാരണങ്ങൾ പറയപ്പെടുന്നത്. യഹൂദന്മാരുടെ മഷിഹ ഒലിവ് മല, ഈ നിൽക്കുന്ന മലയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒലിവ് മല. ആ ഒലിവ് മലയിൽ മഷിഹ കടന്നു വരുമെന്നും ഈ കിഴക്കേ വാതിൽ വഴിയാണ് ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് എന്നും ബൈബിളിൽ ഒരു പ്രവചനം കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മഷിഹ ഒരിക്കലും ഈ കിഴക്കേ വാതിൽ വഴി അകത്ത് കടക്കരുത് എന്നുള്ള കാരണത്താലാണ് ഇത് അടച്ച് സീൽ ചെയ്യപ്പെട്ടത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഗേറ്റിന്റെ അല്ലെങ്കിൽ ഈ കോട്ടമതിലിന്റെ തൊട്ടു ബാക്കിലാണ് യഹൂദന്മാരുടെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഗേറ്റ് ഒരു കാലത്ത് വളരെ ഫങ്ഷനിങ് ആയിരുന്നു. പുരോഹിതനും മറ്റു പുരോഹിതന്മാരും ഈ കിഴക്കേ വാതിൽ വഴിയാണ് അകത്ത് പ്രവേശിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ മുൻപിലായിട്ട് ഒരു സിമിത്തേരി പണിത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സിമിത്തേരിയിലാണ്. ആ സിമിത്തേരി മുസ്ലിങ്ങളുടെ സിമിത്തേരിയാണ്. ഇങ്ങനെ ഒരു സിമിത്തേരി ഈ ഗോപുരത്തിന് മുൻപിൽ പണിതു വെച്ചാൽ ഒരിക്കലും ശവത്തെ ചവിട്ടി പുരോഹിതന്മാർ അകത്ത് ശുശ്രൂഷയ്ക്കായി കയറാൻ പറ്റുകയില്ല. കാരണം അവർ അശുദ്ധരായി തീരുന്നത് കൊണ്ട്. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടി ഒരു കാലത്തും യഹൂദന്മാർക്ക് ഇവിടെ ആരാധനയും നടത്താൻ പാടില്ല, മഷിഹ ഒരു കാലത്തും ഈ കിഴക്കേ വാതിൽ വഴി അകത്ത് കടക്കരുത് എന്നും ഈ 2 കാരണങ്ങളാണ് മുസ്ലിങ്ങൾ ഈ ഒരു ഗോപുരം പൂട്ടുവാനും ഇവിടെ ഒരു സിമിത്തേരി സ്ഥാപിക്കുവാനും ഇടയായത്. എസെക്കിയേൽ 44 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഈ കിഴക്കേ ഗോപുരം അത് ഒരു കാലത്ത് വളരെയധികം പ്രാധാന്യത്തോടെ ഏത് വാതിലടച്ചാലും ഈ വാതിൽ അടയ്ക്കപ്പെടരുതെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ഈ ഗോപുരം ഒരു കാലത്ത് പൂട്ടപ്പെടുമെന്നും അത് പിന്നീട് മഷിഹായുടെ കാലത്ത് തുറക്കപ്പെടുമെന്നും യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ച ഒരു ഗേറ്റ് ആണ് ഈ ഗോൾഡൻ ഗേറ്റ്. ഒരു സത്യ അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുന്നതിന് 2600 വർഷം മുൻപാണ് യെഹെസ്കേൽ പ്രവാചകൻ ഇങ്ങനെ ഒരു ഗോപുരം അടയ്ക്കപ്പെടുമെന്നുള്ള പ്രവചനം എഴുതി വെച്ചത് എന്നുള്ളതാണ് അതിന്റെ ഒരു അത്ഭുതകരമായ അവസ്ഥ. ഇതൊരു കുന്നിന്റെ ചെരിവാണ്. മോറിയ മലയുടെ മുകളിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്, ഈ ഗോൾഡൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നേരെ ഇറങ്ങുന്നത് ഒരു താഴ്വരയിലേക്കാണ്. ആ താഴ്വരയാണ് കിദ്രോൺ താഴ്വര എന്നറിയപ്പെടുന്നത്. താഴ്വര ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറുന്നതാണ് ഒലിവ് മല. ഒലിവ് മലയുടെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമുക്ക് നന്നായി അറിയാമല്ലോ. സോ ഇതാണ് ഈ ഒരു ഗോൾഡൻ ഗേറ്റിന്റെ
പ്രാധാന്യത എന്ന് പറയുന്നത്. ഇത് മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ചുറ്റുമതില്, അതിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്ന ഗോൾഡൻ ഗേറ്റ്, അത് അടച്ചു പൂട്ടപ്പെട്ട അവസ്ഥ, അതിൻ്റെ അടിയിലത്തെ കല്ലുകൾ, അതിൽ ആ കല്ലുകളെല്ലാം ഏകദേശം 2500-3000 വർഷം പഴക്കമുള്ള കല്ലുകളാണ് ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ക്ലോസ് വ്യൂ നമുക്ക് കാണാം. അതിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. ഇതൊരു സിമെട്രിയാണ്. ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്, ഒരു വേലി കെട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഒരു കാരണവശാലും ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. എന്നാലും ഇതാണ് അത് സീല് ചെയ്യപ്പെട്ട ഗോപുരം. ഈ കിഴക്കേ വാതിൽ അടച്ചിരിക്കണമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ച ബൈബിളിലെ പ്രവചനം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 44-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. മറ്റൊരു ചരിത്ര സംഭവം കൂടി ഈ കിഴക്കേ വാതിലിനോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അത് യേശുവിൻ്റെ കഴുതപ്പുറത്തുള്ള യെരുശലേം പട്ടണത്തിലേക്കുള്ള പ്രവേശനമാണ്. യേശു ഒലിവുമലയിൽ നിന്ന് കഴുതപ്പുറത്ത് യെരുശലേം പട്ടണത്തിലേക്ക് കടന്നത് ഈ കിഴക്കേ ഗോപുരം വഴിയാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.